അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബിസ്മിയെ കുറിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിനെ ബസ്മല എന്നാണ് പറയുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സൂറത്തിന്റെ തുടക്കത്തിൽ ബസ്മല, അതായത് ബിസ്മി ചൊല്ലേണ്ടത് നിർബന്ധമാണ്. എന്നാൽ സൂറത്തു തൗബ പാരായണം ചെയ്യുമ്പോൾ അതിൽ ബിസ്മി ചൊല്ലേണ്ടതില്ല. സൂറത്തുകളുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് വാജിബാണ് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമുള്ള വിഷയമാണ്. സൂറത്തു തൗബ ഒഴികെ ബാക്കിയുള്ള എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ബിസ്മി എഴുതിയിരിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് സൂറത്തു തൗബയിൽ ബിസ്മി ഇല്ലാത്തത്? ഇതിന് 4 കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഈ വിഷയം റിവായത്തിൽ വന്ന വിഷയമാണ്. രണ്ടാമത്തേത്, സ്വഹാബാക്കൾ ഓതിയിരുന്നില്ല. മൂന്നാമത്തേത്, സൂറത്തു തൗബയുടെ ഉള്ളടക്കം. നാലാമത്തേത്, സൂറത്തുൽ അൻഫാലിന്റെ തുടർച്ചയാണ് സൂറത്തു തൗബ. അതിന്റെ ആശയം പരിശോധിക്കുകയാണെങ്കിൽ സൂറത്തുൽ അൻഫാലിന്റെ, സൂറത്തു തൗബയുടെ തൊട്ടു മുമ്പുള്ള സൂറത്തായ സൂറത്തുൽ അൻഫാലിന്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് സൂറത്തു തൗബയെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടും ഇവിടെ ബിസ്മി ആവശ്യമില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇനി നമ്മൾ ഓതി തുടങ്ങുന്നത് ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ നിന്നല്ല എങ്കിൽ അവിടെ എങ്ങനെയാണ് ഓതി തുടങ്ങേണ്ടത്? അതായത് ഒരു സൂറത്തിന്റെ ഇടയിൽ നിന്ന് ഓതി തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ തുടങ്ങണം? അവിടെ ആദ്യം തന്നെ ചൊല്ലേണ്ടത് ഇസ്തിആദയാണ്. കാരണം നമ്മൾ ഖുർആൻ പാരായണം ആരംഭിക്കേണ്ടത് ഇസ്തിആദയിൽ നിന്നാണ്, അതായത് അഊദുവിൽ നിന്നാണ്. ഇനി അതിനുശേഷം ബിസ്മി ചൊല്ലേണ്ടതുണ്ടോ? നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു സൂറത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഓതി തുടങ്ങുന്നത് ആ സൂറത്തിന്റെ തുടക്കത്തിൽ നിന്നല്ല, ആ സൂറത്തിന്റെ മധ്യത്തിൽ നിന്നാണ് നമ്മൾ ഓതുന്നതെങ്കിൽ അവിടെ ബിസ്മി ഓതൽ നിർബന്ധമുണ്ടോ? എന്താണ് അതിന്റെ വിധി? അവിടെ ബിസ്മി ഓതണോ വേണ്ടേ എന്ന് തീരുമാനിക്കണമെങ്കിൽ ആ ആയത്തിന്റെ ഉള്ളടക്കം പരിശോധിക്കണം. ആ ആയത്തിന്റെ ഉള്ളടക്കം നല്ലതാണെങ്കിൽ ബസ്മല ഓതാം. മോശമായ ഉള്ളടക്കമാണെങ്കിൽ അവിടെ അഊദു ഓതിയ ശേഷം നേരെ ആയത്തിലേക്കാണ് പോകേണ്ടത്. അതിനിടയിൽ ബിസ്മി ഓതേണ്ടതില്ല. അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമെല്ലാം പറയുന്ന ഒരുപാട് ആയത്തുകൾ കാണാം. അതുപോലെ നമ്മുടെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ആയത്തുകളും നമ്മൾ പാരായണം ചെയ്യും. ഇങ്ങനെ നന്മയുടേതായ ആയത്തുകൾ, നന്മയെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ, ഇത്തരം ആയത്തുകൾ ഓതിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ അവിടെ അഊദു ഓതിയ ശേഷം ബിസ്മി ചൊല്ലേണ്ടതാണ്. എന്നാൽ ചില ആയത്തുകൾ മോശമായ ആയത്തുകളായിട്ട് നമുക്ക് കാണാം. അതായത് അള്ളാഹു ശപിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ, അതുപോലെയുള്ള ആയത്തുകൾ നമ്മൾ ഓതി തുടങ്ങുകയാണെങ്കിൽ, തുടക്കത്തിൽ ആ ആയത്താണ് നമ്മൾ ഓതുന്നതെങ്കിൽ
അവിടെ അഊദു ഓതിയ ശേഷം ബിസ്മി ചൊല്ലേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് സൂറത്ത് മുഹമ്മദിലെ 23-ാമത്തെ ആയത്തിൽ നിന്നാണ് നമ്മൾ ഓതി തുടങ്ങുന്നത് എന്ന് കരുതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു فأصمهم وأعمى أبصارهم ഉലൈക അല്ലദീന അവർ യാതൊരു കൂട്ടരത്രേ ലഅനഹും അവരെ ശപിച്ചിരിക്കുന്നു. അല്ലാഹു ലഅനഹുമുല്ലാഹു അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഫഅസമ്മഹും അങ്ങനെ അവർക്ക് ബധിരതയുണ്ടാക്കി. വഅഅമ അന്ധമാക്കുകയും ചെയ്തു. അബ്സാറഹും അവരുടെ കണ്ണുകളെ.